ജീവിത കാലഘട്ടത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂലാക്കി 10 മടങ്ങ് കൂലി അല്ലാഹു അദ്ദേഹത്തിന് നൽകട്ടെ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകട്ടെ. അദ്ദേഹത്തെയും നമ്മയും നാളത്തിന്റെ ജന്നാത്തുൽ നിഅമയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നമുക്കറിയാം, ഉൾക്കടലിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെ നമ്മുടെ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് മാത്രമല്ല, ഒന്നാമത്തെ സഫിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ആൾ കൂടെയാണ്. ഒന്നാമത്തെ സഫിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നിൽക്കണമല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും. പഴയ കാലത്ത് അകത്തെ പള്ളി മാത്രമാകുമ്പോൾ ആ അകത്തെ പള്ളി നിറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നാമത്തെ സഫിൽ കിട്ടാൻ വേണ്ടി പുറത്തെ പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു നിർബന്ധം, ഒന്നാം സഫിന് നിസ്കരിക്കുമ്പോൾ ഒന്നാം സഫിനെ വേണം എന്നൊരു പ്രത്യേക ഒരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒന്നാം സഫിൽ നിൽക്കുന്ന ആഗ്രഹം നാളെ ആഖിറത്തിൽ ഒന്നാമത് നിൽക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. ആ രൂപത്തിൽ അല്ലാഹു അദ്ദേഹം ചെയ്ത ആ കർമ്മങ്ങളെല്ലാം കബൂലാക്കട്ടെ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അല്ലാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകട്ടെ. ഇതുപോലെ തന്നെ മനുഷ്യനാണ് എന്ന നിലക്ക് നമ്മോടൊക്കെ ഇടപഴകുമ്പോ ഏതെങ്കിലും രൂപത്തിൽ അനിഷ്ടമായ രൂപം നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ പാരത്രിക വിജയത്തിന് വേണ്ടിയിട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വല്ലതും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളുമായി